ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നീർദോശ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അരി കഴുകാൻ റെഡിയാക്കിയിട്ടുണ്ട്, കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. കഴുകി വെച്ചതാട്ടോ. നമുക്കിത് ജാറിലോട്ടിട്ട് അരയ്ക്കാൻ വേണ്ടി റെഡിയാക്കിയെടുക്കാം. നീർദോശ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അരച്ച ഉടനെ ചുടുന്ന ടൈപ്പ് ദോശയില്ലേ, നേരിയ ടൈപ്പ്, അതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അരി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ആവശ്യത്തിന് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ തേങ്ങയും ഉള്ളി റെഡിയാക്കി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കൂട്ടിനാവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ജാറിലേക്ക് അല്പം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ലൂസാക്കി എടുത്താൽ നല്ല ടേസ്റ്റ് ആക്കാം. ചോറ് കുറച്ചേ ഇടാൻ പാടുള്ളൂ. ചോറ് കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം നേർപ്പിച്ചിട്ട് എടുക്കാൻ പറ്റില്ല. ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ ദോശക്കല്ലിൽ നിന്ന് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ദോശയ്ക്കുള്ള കൂട്ട് റെഡിയായി കേട്ടോ. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ദോശ ചുട്ട് നോക്കാം. അഥവാ എടുത്താൽ കിട്ടിയില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുത് ഗൈസ്. നോക്കാം നമുക്ക് എങ്ങനെയാകും. ലിജ ചട്ടു ഇങ്ങടുത്ത് പോനെ. ചൂടായില്ല ഗൈസ്. ദോശക്കല്ല് ചൂടായോ നോക്കലാണ് ഇങ്ങനെ തെറിപ്പിച്ചിട്ട്. അപ്പം ഇങ്ങനെ സൗണ്ട് വരൂലേ, അപ്പോൾ കല്ല് ചൂടായിരുന്നു. അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വീശി എറിയണം. കുറച്ച് കട്ടിയാണ് തോന്നുന്നു. അപ്പോൾ നമുക്ക് അടച്ച് വയ്ക്കും. സത്യം പറഞ്ഞ ഒരു ദോശ ചൂടാൻ അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഇതെന്തെന്നാ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയോ ഒന്നും വിചാരിക്കുന്നുണ്ടാവും. ചുമ്മാ ഒരു ടൈം പാസ് അങ്ങനെ എടുത്തതാണ്.
എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഗൈസ്? സുഖമായിരിക്കണോ? എല്ലാവരും സന്തോഷമായിരിക്കണോ? എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ എന്തോ കർത്താവിനറിയാൻ എടുത്താൽ കിട്ടാൻ പറഞ്ഞു. അയ്യോ നോക്കാം നമുക്ക്. കുറച്ചാവാനുണ്ട്. സൈഡെല്ലാം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എടുക്കാനുള്ള സക്സസ്. എന്താ ഈ പൊട്ടത്തരം കാണിക്കണേന്നല്ലേ ചുമ്മാ. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ അതിനിപ്പോൾ കറി വേണ്ട നമുക്ക്. അപ്പോൾ ഇച്ചിരി മീനുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഒരു കറിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. മുളകിട്ട മത്തിക്കറി. അതിൻ്റെ റെസിപ്പി ഒന്നുമില്ല കേട്ടോ. ഒരു തക്കാളി കുറച്ചിടും, 2 പച്ചമുളക് കുറച്ചിടും, പറങ്കിപ്പൊടി ഇടും, മഞ്ഞൾപ്പൊടി ഇടും, ഇച്ചിരി കുരുമുളക് ഇടും, 2 വെളുത്തുള്ളി ചതച്ചിടും. ലാസ്റ്റ് എല്ലാം ഓക്കെ ആയതിനു ശേഷം ഇത്തിരി വെളിച്ചെണ്ണ നനച്ച് ഒക്കെ ഉപ്പിടും കേട്ടോ. അയ്യോ പൊളിച്ച് നമ്മൾ ദോശ പൊളിച്ചു. സൂപ്പർ ദോശ റെഡി ഗൈസ്. അതെന്ന് വെച്ചാൽ 2 തക്കാളി, മുദ്ദക്ക് പച്ചമുളകുണ്ട്. 2 മണ്ടല്ലേ വരണം, എരിഞ്ഞ് ചത്തൂലേ. വെളുത്തുള്ളി, ഇതൊക്കെ ഓൾറെഡി കഴുകി വെച്ചതാട്ടോ തക്കാളിയെല്ലാം. അപ്പോൾ ഞാൻ കറിക്കുള്ള പരിപാടി നോക്കട്ടെ. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആകുന്നുണ്ട്, ദോശ ഇവിടെ റെഡി ആകുന്നുണ്ട് കേട്ടോ. നല്ല മത്തി മുളകിട്ടത് പൊളി പൊളി പൊളി. മുള്ളിയാക്കിട്ട് നല്ല ഗൈസ്. അപ്പോൾ കഴിച്ചു നോക്കാൻ പോവാണേ. സൂപ്പർ സൂപ്പർ. അപ്പം അല്ല മുളക് ഇട്ടിട്ടും
ഒരു പറങ്ങിയേ മുറിച്ചിട്ടില്ല, വന്നിട്ട് വരുന്നുണ്ട്. എന്നുണ്ട് സൂപ്പർ. ചേച്ചനുണ്ടേ വേണ്ടേ വേണ്ടേ കഴിക്കണ്ട, നമ്മളായിക്കോല്ലേ രൂ. ഹായ് പോയി പൊളി പൊളി. അയ്യോ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.